72 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരാണ് കഴിഞ്ഞ ദിവസം ഖത്തറിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറ കൾച്ചറൽ വില്ലേജിൽ സമ്മേളിച്ചത്. മലയാളികളുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളും ഈ അന്താരാഷ്ട്ര കലാമേളയിലുണ്ടായിരുന്നു. ഖത്തറിൻ്റെ സാംസ്കാരിക കേന്ദ്രമായ ഖത്താറ കൾച്ചറൽ വില്ലേജ്. ഇവിടെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകൾ ഒത്തുചേർന്നത്. ചിത്രകലയിലെയും ശില്പകലയിലെയും വൈവിധ്യങ്ങളായിരുന്നു മേളയിലെ പ്രധാന ആകർഷണം. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളുമായി ലാറ്റിൻ അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ കലാകാരന്മാരും കലാകാരികളും എത്തി. എല്ലാതരം ചിത്രകലകൾക്കും ഇവിടെ ഇടമുണ്ടായിരുന്നു. ശില്പകലയിലും വ്യത്യസ്തമായ ആശയങ്ങൾ ഖത്താറയിലെത്തി. ഉപയോഗിക്കുന്ന മാധ്യമങ്ങളിലും രീതികളിലുമൊക്കെ വ്യത്യസ്തത പുലർത്തി അവർ പ്രശംസ പിടിച്ചു പറ്റി. Hello, I'm Zara, representing the Armenian stand, our Armenian pavilion from Mazmanyan Art Gallery. I have presented different Armenian artists coming to Qatar, and it has been a really interesting experience for us. Hearing all the positive vibes and positive feedbacks in Qatar, and I think this is not the first and the last time. We'll see you next year. ഖത്തർ ഒളിമ്പിക്സിനായി ശ്രമം തുടരുന്ന സാഹചര്യത്തിൽ ഒളിമ്പിക്സ് ആയിരുന്നു ഇത്തവണത്തെ ലൈവ് പെയിന്റിങ്ങിനുള്ള വിഷയം. ഖത്തറിലെ പ്രവാസികളും നാട്ടിൽ നിന്നും ഇതര GCC രാജ്യങ്ങളിൽ നിന്നുമായി മലയാളികളും അന്താരാഷ്ട്ര കലാമേളയുടെ ഭാഗമായി. കോഴിക്കോട് സ്വദേശിയായ ജാവേദ് അസ്ലമിന്റെ ആനക്കലഹം എന്ന ചിത്രത്തിന് വലിയ പ്രശംസയാണ് ലഭിച്ചത്. ഇത് ഖുർആനിലെ ചാപ്റ്റർ സൂറത്തുൽ ഫീൽ, ആനക്കല സംഭവം എന്ന് പറയും മലയാളത്തിൽ. അതിനെ റെപ്രസെൻ്റ് ചെയ്ത് വരച്ച പിക്ചറൈസേഷനാണിത്. ഇത് അബാബിൽ പക്ഷികൾ, കിങ് അബ്രാത്ത് കഅബ ആക്രമിക്കാൻ വന്നപ്പോൾ ഗോഡ് അവരിലേക്ക് അബാബിൽ പക്ഷികളെ ചുട്ടുപഴുത്ത കല്ലുകളായിട്ട് അയച്ച് ഡിസ്ട്രോയ് ചെയ്തെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി. അപ്പോൾ അത് ഇവിടെ നാരേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആനക്കല സംബന്ധിച്ച് ആനകൾ പേടിച്ചിട്ട് തിരിഞ്ഞോടുന്ന ഒരു സീനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ കഅബയുടെ ഒരു ഇമേജാണത്. അപ്പോൾ ആ ഒരു ആർമി പേടിച്ച് തിരിച്ചോടുന്ന സീനാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. ഇത് ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ബേസായിട്ട് കുറച്ച് സീരീസ് ഓഫ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിക്ചറൈസേഷൻ ആയിരുന്നു ഇത്. ബിക്കോസ് ഇത് എല്ലാ ചെറിയ കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു സ്റ്റോറിയാണ്, പെട്ടെന്ന് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന. ഇപ്പോൾ ജസ്റ്റ് സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന സ്റ്റോറിയാണ്. അപ്പോൾ അത് അതിനെ എൻലാർജ് ചെയ്തിട്ട് ഓയിൽ പെയിൻറ്റിൽ ചെയ്ത വർക്കാണ്. അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. പ്രകൃതിയിൽ മനുഷ്യന്റെ ഇടപെടലുകളും ഇതര ജന്തുജാലങ്ങളുടെ സംരക്ഷണവുമെല്ലാം മലയാളികളുടെ കരവിരുതിൽ നിറഞ്ഞു. So this art is about endangered species. We have to take care of our wild animals. They are fast disappearing. So ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു തീം മനസ്സിലാവും, that they are fading away. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആനിമൽസ് ഓൾസോ all of them from different parts of the world. കാരണം നമ്മുടെ ഇവിടെ ഖത്തറിൽ people are from different parts of the world. അതുപോലെ these animals are coming from different parts of the world. എല്ലാം endangered. And they are coming to ask for justice, sort of, അവർ പറയുന്നത് we can coexist. നമ്മൾ ഹ്യൂമൻസ് മാത്രം ഈ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്തിട്ട് what's the use? They are God's creatures also. So അവർ വന്ന് പറയുന്നത് we all can coexist, and I think we should listen to them. I am the voice. I try to paint these kind of animals. So അതാ ഡിപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം just to give an example, this is Arabian oryx. ഈ ഓറിക്സ് ഈ ഖത്തറിലുണ്ട്. ഖത്തർ എയർവേസിലൊക്കെ ലോഗോ ആണല്ലോ. മിഡിൽ ഈസ്റ്റിലുള്ള ഒരു ആനിമലാണ്. ഇത് എക്സ്റ്റിങ്ക്റ്റ് ആയിരുന്നു, നോട്ട് എൻഡേഞ്ചേർഡ്, കംപ്ലീറ്റ്ലി എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ്. അപ്പം പിന്നെ ബിക്കോസ് ഫാമിലൊക്കെ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പം അതിനെ കൺസർവേഷനൊക്കെ നോക്കിയിട്ട് ഇപ്പം അവർ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വൈൽഡിൽ. സോ അങ്ങനെ ഒത്തിരിയും ആൾക്കാരുടെയും അവയർനെസ്സും എഫേർട്ടും വേണം. സോ ഇവിടെ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു റെഡ് ഗ്ലൗസ് കൊടുക്കും അവരുടെ കയ്യിൽ. അത് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് സൈൻ ചെയ്യാൻ പറയും. സോ ദേ പാർട്ടിസിപ്പേറ്റ് വിത്ത് മൈ ആർട്ട്, ആൻഡ് ഓൾസോ they are aware, and അവർ പറയുക സ്റ്റോപ്പ് പോച്ചിങ്, സ്റ്റോപ്പ് killing them. So that is another theme. വരയും വിൽപ്പനയും മാത്രമല്ല, പാട്ടും ഡാൻസും
ഫാഷൻ ഷോയുമൊക്കെ ഖത്താറയിലെ വേദിയെ സജീവമാക്കി. അവസാന ദിനം നടന്ന ആർട്ട് ഫാഷൻ ഷോയും ആസ്വാദകർക്ക് വ്യത്യസ്തമായ അനുഭവമാണ് സമ്മാനിച്ചത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കലാകാരന്മാർക്ക് ഒന്നിച്ചു ചേരാനും അവരുടെ സർഗസൃഷ്ടികൾ പ്രദർശിപ്പിക്കാനുമുള്ള വേദി എന്ന നിലയിലാണ് ഖത്തർ അന്താരാഷ്ട്ര കലാമേള സംഘടിപ്പിക്കുന്നത്. പാനൽ ചർച്ചകൾ കൊണ്ടും കൾച്ചറൽ ടൂറുകളാലും കലാലോകത്തെ മാറുന്ന ട്രെൻഡുകൾ പങ്കുവെച്ചും മേള സമ്പന്നമായിരുന്നു. ഖത്തർ അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലിൻ്റെ 6ാമത് പതിപ്പാണ് ഇത്തവണ അരങ്ങേറിയത്.